എജ്യൂപോർട്ട്. അപ്പൊ എല്ലാവരും എക്സാമിന് വേണ്ടി നമ്മുടെ ആനുവൽ നമ്മുടെ പബ്ലിക് എക്സാമിന് വേണ്ടി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഒരുപാട് ആളുകൾ ഓരോ ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക, എങ്ങനെയാണ് ആൻസർ ചെയ്യുക, എങ്ങനെയാണ് ഫുൾ A+ വാങ്ങുക, ഫുൾ മാർക്ക് വാങ്ങുക എന്നൊക്കെ ആലോചിച്ച് കുറേ പേരൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ ഇനി ആരും ടെൻഷൻ അടിക്കേണ്ട, പേടിക്കേണ്ട, നിങ്ങളുടെ കൂടെ എജ്യൂപോർട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി നിന്ന് നല്ല അടിപൊളിയായി പഠിച്ച് ഫുൾ മാർക്ക് വാങ്ങിക്കാം. ഓക്കെ, റെഡി ആണോ? അപ്പൊ നമ്മുടെ ബസന്ത് മേരെ ഗാവ് കാ എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. എപ്പോഴും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാക്യ പിരമിഡ് പൂർത്തി കരേ അല്ലെ. വാക്യ പിരമിഡ് എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ. അപ്പൊ വേർഡ് പിരമിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൽ രണ്ടുപേരെടുത്തും തരുന്ന വാക്കുകൾ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് തരാറുണ്ട്. അപ്പൊ നോക്കിക്കോളൂ, ലോക സലാഹ് ദേത്തെ ഹെ, ആളുകള് അഡ്വൈസ് നൽകുന്നുണ്ട് എന്ന് പറഞ്ഞു. ബാക്കി രണ്ട് ഭാഗം അല്ലെ, അടുത്ത രണ്ട് സ്റ്റേജസ് എന്താണ്, ഇൻകംപ്ലീറ്റ് ആണ്, അവിടെ ബ്ലാങ്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവസാനത്തെ സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, ഫുൽ ദേയി കെ ആയോജൻ മേ ബഡേ ലോക ബച്ചോ കോ സലാഹ് ദേത്തെ ഹെ. ഫുൽ ദേയുടെ ആയോജൻ, അതായത് ഫുൽ ദേയുടെ ഫെസ്റ്റിവലിന് വലിയ ആളുകൾ, ബഡേ ലോക് വലിയ ആളുകൾ, ബച്ചോ കോ സലാഹ് ദേത്തെ ഹെ കുട്ടികൾക്ക് അഡ്വൈസ് നൽകാറുണ്ട് അല്ലെ. ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു വാക്യ പിരമിഡ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിക്കോളൂ. ലോക സലാഹ് ദേത്തെ ഹെ അല്ലെ, ലോക സലാഹ് ദേത്തെ ഹെ എന്ന് പറയുന്ന വാക്കിന്റെ കൂടെ നമ്മൾ ബഡേ എന്ന് പറയുന്ന വാക്ക് ആഡ് ചെയ്തു അല്ലെ. ഈ ഒരു വാക്കിന്റെ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തു. അപ്പൊ ബഡേ ലോക സലാഹ് ദേത്തെ ഹെ എന്നുള്ളതായി. ഓക്കെ, ഇനി ബഡേ ലോക് ബച്ചോങ്കോ എന്ന് പറയുന്ന വാക്ക് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തു അല്ലെ. ബച്ചോങ്കോ എന്ന് പറയുന്നത് നമ്മൾ മിഡിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആ സെന്റൻസിന്റെ സ്റ്റാർട്ടിങ്ങിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മിഡിലിൽ, നിങ്ങൾക്ക് വായിച്ചു നോക്കി സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ബഡേ ലോക് സലാഹ് ദേത്തെ ഹെ, ബഡേ ലോക് ബച്ചോങ്കോ സലാഹ് ദേത്തെ ഹെ. ഇനി നോക്കൂ, ഫുൽ ഡേ കെ ത്യോഹാർ ആയോജൻ മേ എന്നുള്ളത് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തു. ബഡേ ലോക് ബച്ചോങ്കോ സലാഹ് ദേത്തെ ഹെ. ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു വാക്യ പിരമിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യം എല്ലായ്പ്പോഴും ചോദിക്കുന്നതാണ്, എല്ലായ്പ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ഫുൾ മാർക്ക് വാങ്ങാൻ എളുപ്പമുള്ള ഒരു ചോദ്യം കൂടിയാണ് കേട്ടോ ഇത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പോസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പോസ്റ്ററിന്റെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫുൽ ഡേ के अवसर पर उत्तराखंड पर्यटन विभाग इसका प्रचार करते हैं, फुल डे त्योहार से संबंधित पोस्टर तैयार करे. അപ്പൊ ഫുൽ ഡേയുടെ ഈ ഒരു ഫെസ്റ്റിവലിന്റെ സമയത്ത് നമ്മുടെ ഉത്തരാഖണ്ഡിലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒരു പരിപാടി അല്ല അത് പ്രചരിപ്പിക്കാറുണ്ട്. എല്ലാവരും വന്ന് അത് സഹകരിച്ച് അടിപൊളിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പ്രചരിപ്പിക്കാറുണ്ട്. അതിനു വേണ്ടിയിട്ട് ഫുൽ ഡേയുടെ ഫെസ്റ്റിവലിനെ നല്ല രീതിയിൽ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അതായത് ആളുകളെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, എല്ലാവരും വരിക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ അറിയിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്ററാണ് വന്നിട്ടുള്ളത്. അപ്പൊ നോക്കിക്കോളൂ, പോസ്റ്റർ എഴുതുന്ന സമയത്ത് നല്ല മക്കൾ അല്ലെ എല്ലാവരും ശ്രദ്ധിക്കണം. എന്തായാലും പോസ്റ്ററിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താണ്, ബോക്സ് നിർബന്ധമായിട്ട് വരച്ചിട്ടുണ്ടായിരിക്കണം. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഏത് സമയത്ത് ഏത് ഡേറ്റിൽ എപ്പോ എങ്ങനെ നടക്കുന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ പോസ്റ്ററിൽ നൽകിയിട്ടുണ്ടാവണം. അപ്പൊ നോക്കിക്കോളൂ, ഫുൽ ദേയി കാ ത്യോഹാർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഫുൽ ദേഹിന്റെ ത്യോഹാർ ഫെസ്റ്റിവൽ ആണ് നടക്കുന്നത് എന്ന് കൊടുത്തു. ഉത്തരാഖണ്ഡിലെ പ്രസിദ്ധ ത്യോഹാറാണ്, ഉത്തരാഖണ്ഡിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ത്യോഹാറാണെന്ന് കൊടുത്തു. ഫെസ്റ്റിവൽ ആണ്. ബച്ചോ കാ സബ്സെ ബഡാ ത്യോഹാർ, കുട്ടികളുടെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ ആണെന്ന് കൊടുത്തു. അതിൽ എന്തൊക്കെ സ്പെഷ്യാലിറ്റികളാണുള്ളത്? സാമൂഹിക് ഭോജ്, സമൂഹ സദ്യയുണ്ട്. ഘറോ കി സജാവട്ട്, വീടൊക്കെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. ചൈത്യ ഗീത് അല്ലെ, ചൈത്ര മാസത്തിലെ ഗാനം ആലപിക്കാറുണ്ട് എന്ന് പറഞ്ഞു. 21 ദിൻ കാ ത്യോഹാർ ആണ് അല്ലെ, 21 ദിവസത്തെ ഫെസ്റ്റിവൽ ആണെന്ന് പറഞ്ഞു. ആരാണ്? ഉത്തരാഖണ്ഡ് പര്യടൻ വിഭാഗമാണ് നടത്തുന്നത് എന്നുള്ളത് കൂടെ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഏത് എങ്ങനെ എന്തൊക്കെയാണ്, അതിൽ എന്തൊക്കെ സ്പെഷ്യാലിറ്റികൾ എന്തൊക്കെയാണ്, ആരാണ് നടത്തുന്നത്, എങ്ങനെയാണ് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. ഇത് നോക്കിക്കോളൂ, ഉത്തരാഖണ്ഡ് കലാസമിതി के नेतृत्व में डेहराडून में फुल डे का त्योहार मनाया जाता है, इसके प्रचार के लिए संकोदों की सहायता से पोस्टर तैयार करें. കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളോട് പോസ്റ്റർ എഴുതാനാണ്. ഫൂലോं की പ്രദർശിനി അല്ലെ, പൂക്കളുടെ പ്രദർശനം ഉണ്ടാവാറുണ്ട്. കലാകാര്യക്രമങ്ങൾ ഉണ്ടാവാറുണ്ട്, കലാപരിപാടികൾ ഉണ്ടാവാറുണ്ട്. സാമൂഹിക് ഭോജ്, സമൂഹ സദ്യ ഉണ്ടാവാറുണ്ട്. ലോകഗീത്, നാടൻ പാട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ തന്നുകൊണ്ട് നമ്മളോട് ഒരു പോസ്റ്റർ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കോളൂ,
അടിപൊളിയായിട്ടുള്ള പോസ്റ്റർ ആണ് അല്ലെ. അപ്പൊ ഇതുപോലെ നിങ്ങൾ കുറച്ച് ഇതാ കളർഫുൾ ആയിട്ട് നല്ല ഭംഗിയായിട്ട് വൃത്തിയിൽ എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് ഉറപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് വേറെ കളേഴ്സ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ചില കാര്യങ്ങൾ ഫോണ്ട് കുറച്ച് വലുതാക്കുക, ചിലത് ചെറുതാക്കുക, ചിലത് ഡാർക്കൺ ചെയ്യുക, ചിലത് അണ്ടർലൈൻ ചെയ്യുക, ചിലത് ഹൈലൈറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ബോർഡർ ഒക്കെ വരച്ച് നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ചെയ്യാം. ഓക്കെ, വൃത്തിയായിട്ട് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ നമ്മൾ പോസ്റ്റർ ഒക്കെ നമുക്ക് ആൻസർ ഷീറ്റ് ഒക്കെ ഇഷ്ടംപോലെ കിട്ടും. അപ്പൊ അതിൽ പിശുക്കൊന്നും ആരും വിചാരിക്കേണ്ട. നല്ല ഭംഗിയിൽ ഒരു ബോക്സ് ഒക്കെ വരച്ച് അതിന് നല്ല വൃത്തിയായിട്ട് തന്നെ എഴുതാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കിക്കോളൂ, ഉത്തരാഖണ്ഡ് കലാ സമിതിക്ക് നേതൃത്വമേ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഫുൾ ഡേയുടെ ഫെസ്റ്റിവൽ ആണെന്ന് കൊടുത്തു. ഇവിടെ ഒരു സർക്കിളില് മാർച്ച് 22 ഡെറാഡൂണിലാണ്. രാവിലെ 8 മണി മുതൽ രാത്രി 12 മണി വരെയാണ്. അതായത് ഡേറ്റ് കൊടുത്തു, സ്ഥലം കൊടുത്തു, ടൈം കൊടുത്തു, എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള പരിപാടികൾ എന്തൊക്കെയാണ് നടക്കുന്നത്? ഫൂലോങ്കി പ്രദർശിനി, പൂക്കളുടെ പ്രദർശനം ഉണ്ടാവും, കലാകാര്യക്രമം, കലാപരിപാടികൾ ഉണ്ടാവും, ലോകഗീത്, നാടൻ പാട്ടുകൾ ഉണ്ടാവും, സാമൂഹിക് ഭോജ്, സമൂഹ സദ്യ ഉണ്ടാവും കൊടുത്തു. ലാസ്റ്റ് ഇതാ സബ് കാ സ്വാഗത് ഹേ, ഓൾ ആർ വെൽക്കം എന്നുള്ള കാര്യങ്ങളോട് കൊടുത്തു കഴിഞ്ഞാൽ പോസ്റ്റർ റെഡിയാണ്. അപ്പൊ പോസ്റ്റർ എന്ന് പറയുന്ന ഒരു ചോദ്യം വന്നു കഴിഞ്ഞാലും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എഴുതിക്കോളുക. ഫുൾ മാർക്ക് വാങ്ങണം. വളരെ 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 രസമായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമ്മുടെ ഉത്തരാഖണ്ഡിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫെസ്റ്റിവൽ ആണ് ഫുൽദേയുടെ ഫെസ്റ്റിവൽ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ആ ഒരു ഫെസ്റ്റിവൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരാൻ നോക്കിയാലോ. നോക്കൂ, ഉത്തരാഖണ്ഡ് के हिमालय अंचल में फुलदेई का फेस्टिवल മനായാ ജാത്താ ഹെ, ഇസ് സിൽസിലെ पर एक रपड़ तैयार करे. ന്യൂസ് പേപ്പറിൽ വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? അപ്പൊ നോക്കിക്കോളൂ, ഫുൾ ഡേയുടെ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു വരുന്ന സമയത്ത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാനായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരു ഹെഡിങ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. നോക്കിക്കോളൂ, ഫുൽ ഡേ കാ ജശ്ൻ ധൂം ധാം സെ മനായാ ഗയാ. ഫുൽ ഡേയുടെ ആ ഒരു ഫെസ്റ്റിവൽ വളരെ നല്ല രീതിയിൽ ആഘോഷിച്ചു. സ്ഥലം കൊടുത്തിട്ടുണ്ട്, സ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലം കൊടുത്തു. ഉത്തരാഖണ്ഡ് കെ ഹിമാലയ അഞ്ചൽ മേ 21 ദിനോ സെ ഫുൽദേയി കാ ത്യോഹാർ മനാ രഹേ ഹെ. ഉത്തരാഖണ്ഡിലെ ഹിമാലയ പ്രദേശങ്ങളിൽ 21 ദിവസത്തോളമായിട്ട് ഫുൽദേയുടെ ഫെസ്റ്റിവൽ ആഘോഷിക്കാറുണ്ട്. ഈ ത്യോഹാർ പൂർണ്ണ രൂപ സെ ബച്ചോ കെ ദ്വാരാ മനായാ ഗയാ അല്ലെ. ഈ ഒരു ഫെസ്റ്റിവൽ മുഴുവൻ രീതിയിലും പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് കുട്ടികളാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ബഡോ കി ഭൂമിക സിർഫ് സലാഹ് ദേന മാത്ര രഹ. ആളുകളുടെ, വലിയ ആളുകളുടെ കാര്യം, ഇൻട്രൊഡക്ഷൻ, അവരുടെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ആ വലിയ ആളുകൾ സലാഹ് ദേന അല്ലെ, അഡ്വൈസ് നൽകുക എന്നുള്ളത് മാത്രമാണ്. ബച്ചോനെ റോസ് ദേർ शाम तक रिंगाय से बनी टोकरियों में फूल चुने और गागरों में पानी भरकर उसके ऊपर रखे. കുട്ടികളെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ പൂക്കളെടുത്ത് അത് ബാമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള അല്ലെ, നമ്മുടെ മുള കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രത്യേകതരം പാത്രത്തിൽ വാടാതിരിക്കാനൊക്കെ നല്ല രസമായിട്ട് സൂക്ഷിക്കാറുണ്ട്. റോസ് സുബ ഗാവ് ഭർ ബച്ചോ കി ഢോലിയ ഘുമി. എല്ലാ ദിവസവും കുട്ടികൾ, ആ ഗ്രാമം മുഴുവൻ കുട്ടികൾ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ കറങ്ങി. ബിച്ലി ശ്യാം ചുനേ ഗയേ ഫൂൽ സെ ഫൂൽ ഘറോ കി ഡോരിയോ പർ സജായെ ഗയേ. തലേ ദിവസം ഇവർ കളക്ട് ചെയ്തിട്ടുള്ള പൂക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഇവർ അവിടെ അടുത്തുള്ള വീടുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്യാറുണ്ട്. ജിൻകെ ഘറോ മേ ഫൂൽ സജായെ ഗയേ ഉനോനെ ബച്ചോ കോ ചാവൽ ഗുഡ് ദാവൽ ആദി ദിയെ. ആരുടെ വീട്ടിലാണോ ഇതൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നത് അവരെ കുട്ടികൾക്ക് ഒരു എന്താ പറയാ, സന്തോഷത്തിന് പുറത്ത് എന്ത് കൊടുക്കാറുണ്ട്? അരിയും ശർക്കരയും പരിപ്പും ഒക്കെ നൽകാറുണ്ട്. ദക്ഷിണാമേ മിലേ യഹ് സാമഗ്രി പൂരെ 21 दिन तक इकट्ठी की गई है. ദക്ഷിണയുടെ രൂപത്തിൽ കിട്ടുന്ന ഈ സാമഗ്രികൾ 21 ദിവസത്തോളം എന്ത് ചെയ്യാറുണ്ട്? ഇവര് ഇക്കട്ടി ശേഖരിച്ചു വെക്കാറുണ്ട്. ഫുൽദേയി की विदाई के साथ यह उत्सव कल समाप्त हुआ. अंतिम दिन कल इकट्ठी की गई सामग्रियों से सामूहिक भोज बनाया जाता है. അവസാന ദിവസം അല്ലെ, 21 ദിവസം കഴിഞ്ഞിട്ട് 21ാമത്തെ ദിവസം ഈ ഇവര് ശേഖരിച്ചു വെച്ചിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു നല്ല സാമൂഹിക സദ്യ നടത്താറുണ്ട്. त्योहार के दिनों में लोक गीतों की प्रस्तुति हुई है അല്ലെ. ആ ഒരു ത്യോഹാറിന്റെ, ആ ഒരു ഫെസ്റ്റിവലിന്റെ സമയത്ത് ലോകഗീതങ്ങൾ, അതായത് നാടോടി ഗാനങ്ങളൊക്കെ ആലപിക്കാറുണ്ട്. നാടകങ്ങള്, പരിപാടികള്, ഗരീബ് ലോഗോं के लिए कपड़ा वितरण, പാവപ്പെട്ട ആളുകൾക്ക് വസ്ത്ര വിതരണം ആദി വിഭിന്ന കാര്യക്രമം इसके साथ चलाए गए. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പരിപാടിയുടെ കൂടെ നടക്കാറുണ്ട്.
ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു ഇവിടെ ബസന്ത് മേരെ ഗാവ് കാ എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ പറയുന്ന ക്വസ്റ്റ്യൻസും ഇതൊക്കെ നന്നായിട്ട് മനസ്സിലായി എന്ന് മിസ് വിശ്വസിക്കുകയാണ്. അപ്പൊ ആരും തന്നെ എക്സാമിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുകയോ പേടിക്കുകയോ ഒന്നും ചെയ്യേണ്ട. നല്ല മിടുക്കരായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും ഫുൾ മാർക്ക് ഉറപ്പായിട്ട് കിട്ടുന്നതായിരിക്കും. ക്ഷമയോടുകൂടി സമയമെടുത്ത് നല്ല രീതിയിൽ പഠിച്ച് ഓരോന്നിൻ്റെയും ഓരോ ഫോർമാറ്റുകളും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എല്ലാവരും നല്ല മിടുക്കരായിട്ട് നല്ല സന്തോഷമായിട്ട് ഇരുന്ന് നല്ലതുപോലെ പഠിക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ മിസ്സിന്റെ മക്കൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.